ഹായ് സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ ബഫർ സൊല്യൂഷൻസിൻ്റെ കാര്യങ്ങളല്ലേ പഠിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട്. എന്താണ് ബഫർ സൊല്യൂഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബഫർ സൊല്യൂഷൻസ്, ദെൻ ബഫർ സൊല്യൂഷൻസിൻ്റെ മെക്കാനിസം, അസിഡിക് ബഫേഴ്സിൻ്റെയും ബേസിക് ബഫേഴ്സിൻ്റെയും അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ടുഡേ ഇൻ ദിസ് ക്ലാസ് we will discuss about Henderson equation. കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഹെൻഡേഴ്സൺ ഇക്വേഷൻ. എന്തിനാണ് ഈ ഹെൻഡേഴ്സൺ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ പി എച്ച് ഓഫ് എ ബഫർ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ബഫർ സൊല്യൂഷനൊക്കെ മനസ്സിലാക്കി, ഇനി ആ ബഫർ സൊല്യൂഷൻ്റെ പി എച്ച് നമുക്കറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹെൻഡേഴ്സൺ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ് വാട്ട് ഈസ് ആൻ അസിഡിക് സൊല്യൂഷൻ ആൻഡ് അതിൻ്റെ പി എച്ച് എത്രയായിരിക്കും. ഒരു അസിഡിക് സൊല്യൂഷൻ്റെ പി എച്ച് എന്ന് പറയുന്നത് 0നും 7നും ഇടയിലായിരിക്കും. ഇനി അതുപോലെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അസിഡിക് ബഫറിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും. ഒരു വീക്ക് ആസിഡും കാണും, അതിൻ്റെ ഒരു കോൺജുഗേറ്റ് സോൾട്ടും കാണും. അതുപോലെ തന്നെ ബേസിക് ബഫേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ പി എച്ച് 7 to 14 ആയിരിക്കും. ദെൻ എന്തൊക്കെയായിരിക്കും അതിലുണ്ടായിരിക്കുന്നത്? ഒരു വീക്ക് ബേസും കോൺജുഗേറ്റ് സോൾട്ടും. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത്രയും അറിഞ്ഞാൽ പോരല്ലോ, നമുക്ക് ആ സൊല്യൂഷൻ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ സൊല്യൂഷൻ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് വി ഹാവ് ടു പ്രിപ്പയർ എ ബഫർ സൊല്യൂഷൻ, അസിഡിക് ഓർ ബേസിക് എന്തോ ആയിക്കോട്ടെ, ദെൻ ഇപ്പം നമുക്ക് അവിടെ ഒരു പർട്ടിക്കുലർ പി എച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പി എച്ച് ഒരു 5 ആണെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു അസിഡിക് സൊല്യൂഷൻ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. പി എച്ച് 5 ആകുമ്പോൾ എന്തായാലും അസിഡിക് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തറിയണം? നമ്മൾ എത്രമാത്രം വീക്ക് ആസിഡ് എത്ര എടുക്കണം, അതുപോലെ തന്നെ അതിൻ്റെ സോൾട്ട് നമ്മൾ എത്ര എമൗണ്ട് എടുക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ദെൻ നമ്മൾ എന്ത് ചെയ്യും? ഫോർ ദാറ്റ് കാൽക്കുലേഷൻസ് വി വിൽ യൂസ് ദിസ് ഹെൻഡേഴ്സൺ ഇക്വേഷൻസ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഈ ഹെൻഡേഴ്സൺ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പി എച്ച് ഇത്ര ഉണ്ടാക്കണം, ഇത്ര ഉള്ള ഒരു പർട്ടിക്കുലർ പി എച്ചിലുള്ള സൊല്യൂഷൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വീക്ക് ആസിഡിൻ്റെ ആയാലും വീക്ക് ബേസിൻ്റെ ആയാലും നമുക്ക് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ കോൺജുഗേറ്റ് സോൾട്ടിൻ്റെയും എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബഫർ സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞത് ഈ ഹെൻഡേഴ്സൺ ഇക്വേഷൻ, അതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കണം. എന്താണ്? അസിഡിക് ബഫേഴ്സിൻ്റെയും പഠിക്കണം, ബേസിക് ബഫേഴ്സിൻ്റെയും പഠിക്കണം. അത് നമുക്ക് ചെയ്ത് നോക്കാം. അതുപോലെ ഇതിന് ശേഷം കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. ആ പ്രോബ്ലം കൂടെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എങ്ങനെയാണ് ഒരു ബഫർ സൊല്യൂഷൻ, പർട്ടിക്കുലർ പി എച്ചിലുള്ള ഒരു ബഫർ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെൻഡേഴ്സൺ ഇക്വേഷൻ ഫോർ അസിഡിക് ബഫർ അതിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്ത് നോക്കാം. അപ്പം അസിഡിക് ബഫർ ആകുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും? ഓക്കെ, CH3COOH, ഇതിന് പാർഷ്യൽ ഡിസോസിയേഷൻ ആണ് നടക്കുക. പാർഷ്യൽ ഡിസോസിയേഷൻ നടന്നിട്ട് CH3COO മൈനസ് പ്ലസ് H+, പാർഷ്യൽ ഡിസോസിയേഷൻ ആണ്. ഓക്കെ, അതുപോലെ പിന്നെ ആരാ ഉണ്ടായിരുന്നത്? CH3COONA, that will give CH3COO minus plus Na plus. ഇത് പാർഷ്യൽ ഡിസോസിയേഷനും ഇത് കംപ്ലീറ്റ് ഡിസോസിയേഷനുമാണ് സംഭവിക്കുക. ഓക്കെ, ഇനി ഇതിനെ നമുക്കൊന്ന് ഒരു ജനറൽ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാം. എങ്ങനെയാണ്? ഇപ്പോൾ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് അതിനെ നമുക്ക് എന്ത് ചെയ്യാം? HA. ഓക്കെ, നമ്മുടെ ആസിഡിനെ നമ്മൾ HA എന്ന് റെപ്രസെൻ്റ് ചെയ്തു. അതിന് ഡിസോസിയേഷൻ സംഭവിച്ചിട്ട് എന്തൊക്കെയായിട്ട് മാറുന്നു? H++A- ആയിട്ട് മാറി. ഇനി നമ്മുടെ സോൾട്ടിനൊരു റെപ്രസെൻറ്റേഷൻ കൊടുക്കണം. ആ സോൾട്ടിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ഒരു ആസിഡും ഒരു ബേസും ചേർന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കിട്ടുക? ഒരു സോൾട്ടും പ്ലസ് H2O അല്ലേ? നമ്മുടെ ഈ ഒരു റിയാക്ഷൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ HA പ്ലസ് ബേസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് BOH. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയായിരിക്കും കിട്ടുക? ഈ Hഉം OHഉം കൂടെ ചേർന്നിട്ട് H2O എലിമിനേറ്റ് ആയി. പിന്നെ റിമൈനിങ് ആയിട്ട് ആരൊക്കെ ഉണ്ട്? Bയും ഉണ്ട്, Aയും ഉണ്ട്. അപ്പം B+ഉം A-ഉം. ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഞാനൊന്നും ഓർത്തെടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ശരിക്കും നമ്മുടെ ഇക്വേഷൻ ഇതാണല്ലോ. അപ്പോൾ അതിന് ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതും ബേസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതും ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സോൾട്ടിനെ ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെഴുതാം? BA gives B++A-. അപ്പം ഇത് നമ്മുടെ ജനറൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് അറിയാം, നമ്മൾ പഠിച്ചു വെച്ചൊരു കാര്യമുണ്ട്. എന്താണ്? ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ആസിഡ്.
എന്താണ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്? ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ആസിഡ് നമ്മൾ പഠിച്ചതാ. എന്താണ്? Ka ഇസ് ഈക്വൽ ടു, നമുക്ക് ഇതിൽ നിന്ന് അത് എങ്ങനെ എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A മൈനസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HA. ഓക്കെ, അപ്പോൾ ദെൻ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇസ് ഈക്വൽ ടു, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് നിങ്ങൾ തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്തൊന്ന് എഴുതി നോക്കിയേ. Ka ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് HA ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A മൈനസ്. ഓക്കെ, ദെൻ ഇനി അടുത്ത് ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ടേക്കിംഗ് ദി നെഗറ്റീവ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലെയും നമ്മളൊരു നെഗറ്റീവ് ലോഗ് എടുക്കുക. ഇത് രണ്ട് സൈഡിലും, അതായത് രണ്ട് സൈഡിലും ടേക്കിംഗ് ദ നെഗറ്റീവ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും ഒരു നെഗറ്റീവ് ലോഗ് ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ദെർഫോർ എന്തായിരിക്കും? നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ്, ഒരു വലിയൊരു ബ്രാക്കറ്റ് ഇടുക, ദെൻ Ka into concentration of HA divided by concentration of A minus. Okay, that is equal to negative log Ka plus bracket le negative log concentration of HA divided by concentration of A minus. Okay, then ഒന്നും കൂടെ ഒന്ന് ഓക്കെ. ഇനി നമുക്കിതിനകത്ത് നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. എന്താണ് ഈ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എന്ന് പറഞ്ഞാൽ? പഠിച്ചതാ. എന്താണ്? ഏതോ ഒരു ഇക്വേഷനാണ്. എന്താ? pH. ദാറ്റ് ഈസ് pH ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇത് pH ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് pH ആണെന്ന് എഴുതാമെങ്കിൽ നമുക്ക് നെഗറ്റീവ് ലോഗ് Ka എന്തെഴുതാം? pKa എന്ന് എഴുതാം. അപ്പം ഇസ് ഈക്വൽ ടു pKa മൈനസ്, നമ്മളിപ്പോൾ എഴുതിയതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് HA ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A മൈനസ്. ആ മൈനസ് എവിടെ നിന്ന് വന്നതെന്ന് മനസ്സിലായല്ലോ, ഞാൻ ഇതൊന്ന് പുറത്തെടുത്തതാ കേട്ടോ. ഓക്കെ, ഇത്രയായി. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതൊന്ന് സൈൻ റിവേഴ്സ് ചെയ്യണം. ആ സൈൻ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് തിരിച്ചു മറിച്ച് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? pH ഇസ് ഈക്വൽ ടു pKa പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് A മൈനസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HA. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിട്ട് മാറിക്കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിനൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഇവിടെ വരുത്തണം. എന്താണ്? നമ്മുടെ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നതിനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഒരു കോൺസെൻട്രേഷൻ ഓഫ് A മൈനസും കോൺസെൻട്രേഷൻ ഓഫ് HAയും വന്നിട്ടുണ്ട്. ഇതെവിടെ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക? നമ്മൾ ഫസ്റ്റ് എഴുതിയ ഇക്വേഷൻസിനകത്ത് ഇവിടെയും ഒരു A മൈനസ് ഉണ്ട്, ഇവിടെയും ഒരു A മൈനസ് ഉണ്ട്. കൺഫ്യൂസ്ഡ് ആവണ്ട. ഇവിടെ പാർഷ്യൽ ഡിസോസിയേഷനെ നടക്കൂന്ന് ഞാൻ പറഞ്ഞു. ഹിയർ കംപ്ലീറ്റ് ഡിസോസിയേഷൻ ഹാപ്പൻസ് ടു ദിസ് സോൾട്ട്. Therefore നമ്മൾ ഈ എടുക്കുന്ന A മൈനസ്, കോൺസെൻട്രേഷൻ ഓഫ് A മൈനസ് എന്ന് പറയുന്നത് ഏതിൻ്റെ കോൺസെൻട്രേഷനായിട്ട് എടുക്കും? കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടന്ന ആളിൻ്റെ കോൺസെൻട്രേഷനായിട്ട് എടുക്കും. അപ്പം therefore നമുക്കിതിനെ എങ്ങനെ എഴുതാം? pKa പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ദിസ്? കോൺസെൻട്രേഷൻ ഓഫ് HA എന്ന് പറയുന്നത് ആരാണ്? ഇതല്ലേ നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ, നമ്മുടെ ആസിഡിനെ റെപ്രസെൻറ്റ് ചെയ്യാനല്ലേ HA എന്നെടുത്തത്. therefore കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്. അപ്പോൾ pH ഇസ് ഈക്വൽ ടു pKa പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്. ഇതാണ് ഹെൻഡേഴ്സൺ ഇക്വേഷൻ ഫോർ അസിഡിക് ബഫേഴ്സ്. പഠിച്ചു വെച്ചേക്കണം. ഇക്വേഷനും പഠിക്കണം, ഈ ഡെറിവേഷനും പഠിക്കണം. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്താണ്? ഇഫ് വി വാണ്ട് ടു പ്രിപ്പയർ എ ബഫർ സൊല്യൂഷൻ, ഓക്കെ, അതിൻ്റെ pH നമുക്ക് 5 അങ്ങനെ ഒരു സൊല്യൂഷൻ നമുക്ക് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? pH ഇസ് ഈക്വൽ ടു 5. ഓക്കെ, ദെൻ നമുക്ക് Ka വാല്യൂസ്, ആ Ka വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഫോർ എ പർട്ടിക്കുലർ ആസിഡ്. ഒരു എല്ലാ ആസിഡുകൾക്കും Ka വാല്യൂ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഉണ്ട്. അതൊരു ടേബിളിൽ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യേണ്ട ആസിഡിൻ്റെ Ka വാല്യൂ അതിനകത്ത് നിന്ന് എടുക്കും. എന്നിട്ട് നമ്മൾ pKa കണ്ടുപിടിച്ച് ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ എന്ത് ചെയ്യുന്നു? ലോഗ് നമ്മൾ സോൾട്ട് എത്രത്തോളം എടുക്കുന്നു എന്നുള്ളത് നമ്മൾ തന്നെ ഒരു തീരുമാനിച്ചൊരു വെയിറ്റ് എടുക്കുക.
ഓക്കെ. ദെൻ അത് കഴിഞ്ഞിട്ട് ആസിഡിൻ്റെ വെയിറ്റ് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ആസിഡിനെ നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തതിന് ശേഷം ഈ ഇക്വേഷനകത്തുനിന്ന് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പർട്ടിക്കുലർ പി എച്ചിലുള്ള എന്ത് ചെയ്യാം, ബഫർ സൊല്യൂഷൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ബേസിക് ബഫേഴ്സും കൂടെ നോക്കാം. ബേസിക് ബഫേഴ്സിൻ്റെ ഹെൻഡേഴ്സൺ ഇക്വേഷനും കൂടെ അതിൻ്റെ കാൽക്കുലേഷൻസും കൂടെ നമുക്ക് അതിൻ്റെ ഡെറിവേഷനും കൂടെ നമുക്ക് നോക്കാം. നമ്മളിപ്പം അസിഡിക് ബഫേഴ്സിൻ്റെ ഹെൻഡേഴ്സൺ ഇക്വേഷൻ്റെ ഡെറിവേഷൻ ചെയ്തതുപോലെ ബേസിക് ബഫേഴ്സിൻ്റെ ഹെൻഡേഴ്സൺ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ ബേസിക് ബഫർ ആകുമ്പം അവിടെ ആര് കാണും, ഒരു വീക്ക് ബേസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ വീക്ക് ബേസ് NH4OH, അവിടെയും വീക്ക് ബേസ് ആണ്, പാർഷ്യൽ ഡിസോസിയേഷനേ നടക്കുകയുള്ളൂ. അപ്പോൾ പാർഷ്യൽ ഡിസോസിയേഷൻ നടന്നിട്ട് NH4++OH-. ദെൻ ഹിയർ സോൾട്ട് ഏതായിരിക്കും, സോൾട്ട് വരുന്നത് NH4Cl. സോൾട്ടിന് കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കും. കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടന്നിട്ട് NH4++Cl- അയോൺസ്. അപ്പോൾ ഇതിനെ നമ്മൾ നേരത്തെ റെപ്രസെൻ്റ് ചെയ്ത പോലെ തന്നെ ജനറൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെ എഴുതാം, ഒരു ബേസിനെ നമുക്ക് BOH എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ BOH ദാറ്റ് ഗീവ്സ് B++OH-. ഓക്കെ. ദെൻ നമ്മുടെ സോൾട്ടിനെ നമുക്ക് നേരത്തെ പറഞ്ഞ അതേപോലെ BA ഗീവ്സ് B++A-. ഓക്കെ. ദെൻ എന്താ ചെയ്തത്, ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് എഴുതണം. ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഫോർ ബേസ്, അതായത് നമ്മൾ ആസിഡ് എഴുതിയ പോലെ ബേസിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് KB is equal to concentration of, നമുക്ക് എങ്ങനെ എഴുതാം, concentration of B+ into concentration of OH minus divided by concentration of BOH. ഈ ഇക്വേഷൻ, ബേസിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ഓക്കെ. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്കിവിടെ ബേസ് അല്ലേ, അപ്പോൾ OH മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഇസ് ഈക്വൽ ടു, എങ്ങനെയാണ് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, KB into concentration of BOH divided by concentration of B+. അപ്പം ഈ രീതിയിലേക്ക് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എല്ലാം ഒന്ന് മാറ്റി. ഓക്കെ. ഹിയർ ഓൾസോ ടേക്കിംഗ് ദ നെഗറ്റീവ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും നെഗറ്റീവ് ലോഗരിതം എടുക്കുക, അതായത് ഒരു നെഗറ്റീവ് ലോഗ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ നമുക്ക് എന്താ കിട്ടും, നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് KB into concentration of BOH divided by concentration of B+. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്തൊക്കെ എഴുതുമ്പം എങ്ങനെ മാറും, നെഗറ്റീവ് ലോഗ് KB മൈനസ് ദെൻ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് BOH ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് B+. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു സൈൻ ഒന്ന് മാറ്റണം അല്ലേ. ഓക്കെ. ദെൻ ഇനി നമുക്ക് ഇവിടെ ഒരാൾ കിടപ്പുണ്ട്. എന്താണ് ഈ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എന്ന് പറഞ്ഞാൽ, ദിസ് ഈസ് POH. ഇങ്ങനെ ഒരെണ്ണം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ദിസ് ഈസ് POH. അപ്പോൾ POH ഇസ് ഈക്വൽ ടു എന്തുവാണ്, നെഗറ്റീവ് ലോഗ് KB എന്ന് പറഞ്ഞാൽ ഇത് POH ആണെങ്കിൽ ഇത് എന്തായിരിക്കും, PKB മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് BOH ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് B+. ഓക്കെ. ഇനി ഈ ഒരു സൈനിനെ നമുക്കൊന്ന് സൈൻ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റും. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, therefore POH is equal to PKB plus log concentration of B+ divided by then concentration of BOH. അപ്പം ഇവിടെയും നമുക്കൊരു B+ വന്നിട്ടുണ്ട്. ഇതെവിടെ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക, നമ്മുടെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത രണ്ടിടത്തും കിടപ്പുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഫോർ ബേസിക് ബഫേഴ്സ് അല്ലെങ്കിൽ ഫോർ വീക്ക് ബേസ് എന്ത് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കുന്നില്ല. ദെയർഫോർ പക്ഷേ ഇവിടെയാണെങ്കിലോ സോൾട്ടിന് കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കുന്നത് കാരണം നമ്മൾ ഈ കോൺസെൻട്രേഷൻ ഓഫ് B+ എന്ന് പറയുന്നത് ആരുടെ കോൺസെൻട്രേഷനായിട്ട് എടുക്കുന്നു, സോൾട്ടിൻ്റെ കോൺസെൻട്രേഷനായിട്ട് എടുക്കും. ദെയർഫോർ POH is equal to PKB plus log concentration of salt divided by ഇതാരാണ്, BOH ആരുടെ റെപ്രസെൻറ്റേഷൻ ആയിരുന്നു, ബേസിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ബേസ്
ദിസ് ഈസ് ഹെൻഡേഴ്സൺ ഇക്വേഷൻ ഫോർ ബേസിക് ബഫേഴ്സ്. അപ്പോൾ അസിഡിക് ബഫേഴ്സ് എന്തൊക്കെ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതും ഈ ബേസിക് ബഫേഴ്സിൻ്റെയും ഈ ഹെൻഡേഴ്സൺ ഇക്വേഷൻ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഈ ഡെറിവേഷനും മനസ്സിലാക്കി വെക്കണം. കാരണം ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്തു നോക്കണം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഹെൻഡേഴ്സൺ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പ്രോബ്ലം ക്വസ്റ്റ്യൻ എഴുതിയേ. കാൽക്കുലേറ്റ് ദ പി എച്ച് ഓഫ് എ ബഫർ സൊല്യൂഷൻ കണ്ടെയ്നിങ് 0.1 മോളാർ അസറ്റിക് ആസിഡ് ആൻഡ് 0.01 മോളാർ സോഡിയം അസറ്റേറ്റ്. pKa ഓഫ് അസറ്റിക് ആസിഡ് ഈസ് 4.74. ഇതൊന്ന് ചെയ്തു നോക്കിയേ എല്ലാവരും. അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയല്ലോ. എന്താ തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. കാൽക്കുലേറ്റ് ദ പി എച്ച് ഓഫ് എ ബഫർ സൊല്യൂഷൻ കണ്ടെയ്നിങ് 0.1 മോളാർ അസറ്റിക് ആസിഡ് ആൻഡ് 0.01 മോളാർ സോഡിയം അസറ്റേറ്റ്. പിന്നെ അതിൻ്റെ pKa ഓഫ് അസറ്റിക് ആസിഡ് ഈസ് 4.74. ദെൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണം? pH കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്ത് എഴുതുക. നമ്മുടെ ഇവിടെ അസറ്റിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് എത്രയാണ്? 0.1 മോളാർ. ഓക്കെ, ദെൻ സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടില്ലേ? അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് അസറ്റിക് ആസിഡിൻ്റെ എഴുതി കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ സോഡിയം അസറ്റേറ്റിൻ്റെ കോൺസെൻട്രേഷൻ, സോഡിയം അസറ്റേറ്റ് എന്ന് പറയുന്നത് സോൾട്ട്. അപ്പോൾ സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ 0.01 മോളാർ. ദെൻ പിന്നെ ഒരാളൂടെ തന്നിട്ടുണ്ട്, നമ്മുടെ pKa വാല്യൂവും തന്നിട്ടുണ്ട്. അപ്പം pKa ഈസ് ഈക്വൽ ടു 4.74. അപ്പോൾ നമ്മൾ ഇനി ഏതെഴുതണം? അപ്പോൾ ഇത് ആസിഡ് ആയതുകൊണ്ട് നമ്മുടെ ഹെൻഡേഴ്സൺ ഇക്വേഷൻ ഫോർ അസിഡിക് ബഫേഴ്സിന് നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ അത് അപ്ലൈ ചെയ്താൽ മതി. എന്താണ് ഇക്വേഷൻ? pH ഈസ് ഈക്വൽ ടു pKa പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു pKa 4.74 പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് 0.01 ഡിവൈഡഡ് ബൈ 0.1. അപ്പോൾ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെയ്ത് നോക്കിക്കൊള്ളണം. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതൊന്ന് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 3.74. ഈ രീതിയിലുള്ള വാല്യൂ ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what would be the pH of a solution obtained by mixing 5 gram of acetic acid and 7.5 gram of sodium acetate and making the volume equal to 500 ml? Dissociation constant of acetic acid at 25 degrees Celsius is 1.75 into 10 raised to minus 5. ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ചെയ്ത് നോക്കിയേ എല്ലാവരും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയല്ലോ. എന്താണ് ആ ക്വസ്റ്റ്യൻ? ക്ലിയർ ആയിട്ട് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. വാട്ട് വുഡ് ബി ദ pH ഓഫ് എ സൊല്യൂഷൻ ഒബ്റ്റെയിൻഡ് ബൈ മിക്സിംഗ് 5 gram ഓഫ് അസിറ്റിക് ആസിഡ് ആൻഡ് 7.5 gram ഓഫ് സോഡിയം അസറ്റേറ്റ് ആൻഡ് മേക്കിംഗ് ദ വോളിയം ഈക്വൽ ടു 500 ml. Then dissociation constant of acetic acid at 25 degrees Celsius is 1.75 into 10 raised to minus 5. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നും വായിച്ചാരും പേടിച്ചൊന്നും പോകണ്ട. ഇതിനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് നിങ്ങളുടെ പേപ്പറിലേക്ക് എടുത്തൊന്ന് എഴുതിയാൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. എളുപ്പമാണ് ചെയ്യാൻ, കാര്യം മനസ്സിലായാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് നമ്മുടെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏത് ഇക്വേഷൻ എഴുതാം? അതാദ്യം ഒന്ന് എഴുതിയേ. pH കണ്ടുപിടിക്കണം അല്ലേ? pH ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ pHൻ്റെ ഇക്വേഷൻ pH ഇസ് ഈക്വൽ ടു pKa പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്. ഓക്കെ, അപ്പം ഇനി ഇവിടെ pKa തന്നിട്ടുണ്ടോ? അതാ ഇവിടെ ഒരു സാധനം തന്നിട്ടുണ്ട്. എന്താണ്? ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്. വാട്ട് ഈസ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്? ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് Ka ആണ്. അപ്പോൾ Ka തന്നിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്തുനിന്ന് pKa കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ജോലി. Ka തന്നാൽ pKa കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് Ka ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ pKa അല്ലാതെ ഈ വാല്യൂവിനെ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കരുത്, തെറ്റിപ്പോവും. അപ്പം ആദ്യം pKa നമുക്ക് കണ്ടുപിടിക്കണം. pKa എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. pKa ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് Ka. ഇങ്ങനൊരു ഇക്വേഷൻ ഇല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് 1. Ka എത്രയാണ്? 1.75 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 5. ഇത് ചെയ്യാൻ നിങ്ങൾക്കറിയാം എങ്ങനെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് 1.75
പ്ലസ് 5 ഇൻറ്റു ലോഗ് 10. ഇതൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 4.7595. ഇതിപ്പോൾ എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് PKA കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം? കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ടും കോൺസെൻട്രേഷൻ ഓഫ് ആസിഡും വേണം. അത് തന്നിട്ടുണ്ടോ? തന്നിരിക്കുന്നത് മുഴുവൻ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? വെയിറ്റും MLും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ മാറ്റണം. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം. എന്താണ്? നമ്മുടെ വെയിറ്റ് കണ്ടുപിടിക്കാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. വെയിറ്റ് ഇസ് ഈക്വൽ ടു നോർമാലിറ്റി ഇൻറ്റു ഇക്വലൻ്റ് മാസ് ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ 1000. ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് ഉണ്ട്. ഈ ഇക്വേഷൻ എല്ലാവരും പഠിച്ചു വയ്ക്കണം. ഓക്കെ, വെയിറ്റ് ഇസ് ഈക്വൽ ടു നോർമാലിറ്റി ഇൻറ്റു ഇക്വലൻ്റ് മാസ് ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ ഇതിനകത്ത് ഓരോന്നോരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തേ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ നോർമാലിറ്റി കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. അപ്പം N ഇസ് ഈക്വൽ ടു, ഒന്ന് റീഅറേഞ്ച് ചെയ്തേ, എങ്ങനെ വരും? W ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഇക്വലൻ്റ് വെയിറ്റ് ഇൻറ്റു വോളിയം. ഓക്കെ, അപ്പോൾ ഇതിനകത്തേക്ക് ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ W നമ്മുടെ ഇവിടെ നമുക്കിപ്പോൾ ആദ്യം കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് സോൾട്ടിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. നമ്മുടെ സോൾട്ട് ആരാണ്? അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിൻ്റെ വെയിറ്റ് 7.5. ഓക്കെ, അപ്പോൾ വെയിറ്റ് 7.5 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ നമ്മുടെ അസറ്റിക് ആസിഡിൻ്റെ ഇക്വലൻ്റ് മാസ്. പഠിച്ചു വെച്ചേക്കുക. അസറ്റിക് ആസിഡിൻ്റെ ഇക്വലൻ്റ് മാസും സോഡിയം അസറ്റേറ്റിൻ്റെ ഇക്വലൻ്റ് മാസും രണ്ടും ഇവിടെ വേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ കൊടുക്കേണ്ടത് ആരുടെയാണ്? സോൾട്ട് ആയതുകൊണ്ട് സോഡിയം അസറ്റേറ്റിൻ്റെ ഇക്വലൻ്റ് മാസ് എന്ന് പറയുന്നത് 82. ഓക്കെ, അപ്പോൾ 82 ഇൻറ്റു, ഇനി ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. എത്ര ML പ്രിപ്പയർ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 500 ml. അപ്പോൾ ഈ V എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ ഈ V എന്ന് പറയുന്നത് 500. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. അത് ചെയ്ത് നോക്കുമ്പം നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. എനിക്ക് കിട്ടിയ വാല്യൂ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ചെയ്ത് നോക്കിക്കൊള്ളണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1829. ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അത്രയും മോൾ പെർ DM³ ഇതായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. അപ്പോൾ നമ്മുടെ സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ആരുടെ കോൺസെൻട്രേഷനും കൂടെ കണ്ടുപിടിക്കണം? കോൺസെൻട്രേഷൻ ഓഫ് ആസിഡിൻ്റെ കോൺസെൻട്രേഷനും കൂടെ കണ്ടുപിടിക്കുക. ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ ഇവിടെ അതുപോലെ ആസിഡിൻ്റെ വെയിറ്റ് എത്ര എടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അസറ്റിക് ആസിഡ് എത്ര എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്? 5 grams. അപ്പോൾ അതും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ, ഇനി അസറ്റിക് ആസിഡിൻ്റെ ഇക്വലൻ്റ് മാസ് എന്ന് പറയുന്നത് 60 ഇൻറ്റു 500. പഠിച്ചു വെച്ചേക്കണം കേട്ടോ, 500. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.666 അത്രയും മോൾ പെർ DM³ അത്രയും കിട്ടി. അപ്പം നമുക്ക് ഇപ്പം എല്ലാം ആയി. നമ്മുടെ PKA വേണമായിരുന്നു, അത് നമ്മൾ കണ്ടുപിടിച്ചു. കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് വേണം, നമ്മൾ കണ്ടുപിടിച്ചു. കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് വേണം, അതും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എളുപ്പമല്ലേ? ഇനി നമ്മുടെ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ ഇതെല്ലാം കൂടെ. അപ്പോൾ നമുക്ക് pH എങ്ങനെ എഴുതാം? pH ഇസ് ഈക്വൽ ടു PKA. ഇപ്പം നമുക്കിവിടെ കിട്ടി. നേരത്തെ KA ആയിരുന്നു, ഇപ്പോൾ PKA നമുക്ക് കിട്ടി. എത്രയാണ്? 4.7595 പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ 0.1829 ഡിവൈഡഡ് ബൈ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ 1.666. ഇതൊന്ന് ചെയ്തു നോക്കണം. ഓക്കെ, എത്ര വരുന്നു എന്നുള്ളത് ലോഗൊക്കെ എടുത്ത് വാല്യൂ എല്ലാം ഒന്ന് ആഡ് ചെയ്ത് എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാണ്? എനിക്ക് കിട്ടിയത് 4.80. ഇതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ്റെ pH. അപ്പോൾ ഇങ്ങനെ ഓർക്കേണ്ടത്, ഇപ്പോൾ വെയിറ്റാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കോൺസെൻട്രേഷനിലോട്ട് എത്തിക്കുക. അതുപോലെ അടുത്ത് നമ്മുടേനകത്ത് KA ആണ്, ഇതാണ് മെയിനായിട്ട് ഓർക്കേണ്ടത്. ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് തന്നിരുന്നാൽ അത് PKA അല്ല, KA ആണ്. KA ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ PKAയിലോട്ട് ആക്കി മാറ്റിയതിന് ശേഷം മാത്രമേ ചെയ്യാവൂ, ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം നമ്മൾ ചെയ്ത് നോക്കിയല്ലോ. ഇനിയുള്ള 2 ക്വസ്റ്റ്യൻസ്, ഞാൻ ഈ തരുന്ന 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി അതിൻ്റെ ആൻസേഴ്സ് എനിക്ക് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയേ. എ സൊല്യൂഷൻ ഈസ് 0.1
normal in acetic acid and 0.01 normal in potassium acetate. Calculate the pH of the solution. അതിൻ്റെ കൂടെ Ka is equal to 1.84 into 10 raised to minus 5. Okay, next question. A buffer solution contains 0.2 mole of NH4OH and 0.25 mole of NH4Cl per liter. Calculate the pH of the solution. അതിൻ്റെ കൂടെ the dissociation constant of NH4OH at a room temperature is 1.81 into 10 raised to minus 5. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രോബ്ലംസും ചെയ്തിട്ട് ആൻസർ എനിക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഹെൻഡേഴ്സൺ ഇക്വേഷൻ്റെ ഡെറിവേഷൻ എന്തൊക്കെയാണ്? അസിഡിക് ബഫേഴ്സിൻ്റെയും ബേസിക് ബഫേഴ്സിൻ്റെയും, പിന്നെ അത് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ്, അതിൻ്റെ 2-3 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു നോക്കി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് മതി. ഇതിൻ്റെ ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്